എന്താണ് NTCA? ഉത്തരം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഹാംഗാൾ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ്? ഉത്തരം കാശ്മീരിന്റെ. മേഘാലയയുടെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം മേഘപ്പുലി. മഞ്ഞപ്പുലിയെ ഔദ്യോഗിക മൃഗമാക്കിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. സിക്കിം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം ചെമ്പൻ പാണ്ട. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച വർഷം? ഉത്തരം 1966. ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ച് ഡോക്ടർ RV അയ്യർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം MS സ്വാമിനാഥൻ സയന്റിസ്റ്റ് ആൻഡ് ഹ്യൂമാനിസ്റ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവർ റിഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഭിത്താർകനിക. ഭിത്താർകനിക ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഒഡീഷ. രാമായണത്തിലെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ ഏത് വൃക്ഷച്ചുവട്ടിലാണ് രാവണൻ പാർപ്പിച്ചിരുന്നത്? ഉത്തരം ശിംശിപ വൃക്ഷച്ചുവട്ടിൽ. ത്രിഗന്ധിക എന്നറിയപ്പെടുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചന്ദനം, അകിൽ, രക്തചന്ദനം. ത്രികടുവിലെ അംഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചുക്ക്, കുരുമുളക്, തിപ്പലി. നവധാന്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം നെല്ല്, ഗോതമ്പ്, തുവര, ചെറുപയർ, മുതിര, കടല, ഉഴുന്ന്, എള്ള്, യവം. ത്രിഫലയിൽ എന്തെല്ലാമുണ്ട്? ഉത്തരം കടുക്ക, നെല്ലിക്ക, താന്നിക്ക. മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പ്രകൃതി പ്രാപ്തയാണ്, പക്ഷേ അവന്റെ അത്യാഗ്രഹങ്ങൾ നിറവേറ്റാൻ പ്രാപ്തയല്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം മഹാത്മാഗാന്ധി. സാധാരണയായി കടുവകളുടെ കണക്കെടുപ്പിനെ അവലംബിക്കുന്ന രീതി എന്താണ്? ഉത്തരം പെഗ്മാർ. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ മെജസ്റ്റിക്ക കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം പശ്ചിമഘട്ടത്തിൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കേരളം, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്. പശ്ചിമ പൂർവ്വ ഘട്ടങ്ങളുടെ സംഗമ സ്ഥാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം നീലഗിരി. പശ്ചിമഘട്ടത്തിന്റെ പാലക്കാട് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേര്? ഉത്തരം സഹ്യപർവ്വതം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം? ഉത്തരം 2012. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടി. കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആസാം. ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ആന. ഇന്ത്യയിൽ ആനകൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടകം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സസ്തനി ഏതാണ്? ഉത്തരം ഇന്ത്യൻ പിഗ്മി ബാറ്റ്. ഇന്ത്യയിൽ കണ്ടുവരുന്ന വിഷപ്പാമ്പുകളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഉത്തരം രാജവെമ്പാല. പെട്ടെന്ന് പ്രകോപിതമാക്കാത്ത വിഷപ്പാമ്പ് ഏതാണ്? ഉത്തരം രാജവെമ്പാല. ഇന്ത്യയിലെ ഏറ്റവും വണ്ണം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ മൊല്യൂറസ് അല്ലെങ്കിൽ മലമ്പാമ്പ്. ഇന്ത്യയിലെ വിഷമില്ലാത്ത നീളം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ റെറ്റിക്കുലേറ്റസ്. ഇന്ത്യയിൽ പെരുമ്പാമ്പിനെ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ് അല്ലെങ്കിൽ കോഴിപ്പാമ്പ്. ഇണ ചേരാതെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്.
പാമ്പ് വർഗത്തിൽ ആൺപാമ്പുകളെ കണ്ടെത്തിയിട്ടില്ലാത്ത ഇനം പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. അച്ഛനില്ലാത്ത പാമ്പ് എന്ന് വിളിപ്പേരുള്ള പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നിശാശലഭം ഏതാണ്? ഉത്തരം ധാന്യശലഭം അല്ലെങ്കിൽ ഇന്ത്യൻ മീൽ മോത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം ഗരുഡശലഭം. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം രത്നനീലി. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിപ്പമുള്ള ദേശാടന പക്ഷി ഏതാണ്? ഉത്തരം ഡാൽമേഷ്യൻ പെലിക്കൺ. ഇന്ത്യയിലേക്ക് എത്തുന്ന ഏറ്റവും ചെറിയ ദേശാടന പക്ഷി ഏതാണ്? ഉത്തരം ഇളം പച്ച പൊടിക്കുരുവി. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഉത്തരം ഇത്തിക്കണ്ണിക്കുരുവി. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള പക്ഷി ഏതാണ്? ഉത്തരം സാരസക്കൊക്ക്. ദേശാടനം നടത്താത്ത ഈ പക്ഷിക്ക് 155 മുതൽ 175 സെന്റിമീറ്റർ ഉയരമുണ്ടാകും. ചിറകിന്റെ വിസ്താരം 240 സെന്റിമീറ്ററോളം വരും. വേടൻ ഏത് പക്ഷിയെ അമ്പെയ്യുന്നത് കണ്ടിട്ടാണ് വാൽമീകി മാനിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകം രചിച്ചത്? ഉത്തരം സാരസക്കൊക്കുകളെ. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള ചിലന്തി ഏതാണ്? ഉത്തരം കടുവാ ചിലന്തി അല്ലെങ്കിൽ മഞ്ഞത്തുടയൻ ചിലന്തി. ഇംഗ്ലീഷിൽ പക്ഷിപ്പിടുത്തക്കാരൻ ചിലന്തി എന്ന് വിളിക്കുന്നത് ഏത് ചിലന്തിയെയാണ്? ഉത്തരം കടുവാ ചിലന്തി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിലന്തി ഏതാണ്? ഉത്തരം ഉണ്ടക്കണ്ണൻ നീലമണ്ണാച്ചൻ ചിലന്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരകം ഏതാണ്? ഉത്തരം ഉപ്പുജല ചീങ്കണ്ണി. ഈ വർഗത്തിലെ ആണിനത്തിന് 7 മീറ്റർ വരെ നീളവും 2000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. പെണ്ണിനത്തിന് ശരാശരി 4.3 മുതൽ 5.2 മീറ്റർ നീളവും 500 മുതൽ 1000 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളകളിൽ 1-ാം സ്ഥാനം ഏതിനാണ്? ഉത്തരം മരിച്ചീനി. ഇന്ത്യയിൽ ആദ്യം മാമ്പഴ സീസൺ ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കേരളത്തിൽ. പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ, നാടോടിക്കഥകൾ എന്നിവ പ്രകാരം സസ്യങ്ങൾ എങ്ങനെ ഉടലെടുത്തു എന്നും വിവരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ബ്രഹ്മാവിന്റെ കേശം. പ്രകൃതി സ്നേഹിയും ജന്തുസ്നേഹിയും എഴുത്തുകാരിയുമായ മേനക ഗാന്ധി യാസ്മിൻ സിംഗുമായി ചേർന്ന് എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം ബ്രഹ്മാവിന്റെ കേശം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം പാന്താറ ടൈഗ്രീസ്. പുലിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം പാന്താറ പാർഡസ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തരാഞ്ചൽ. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിന്റെ ആദ്യ പേര് എന്തായിരുന്നു? ഉത്തരം ഹെയ്ലി ദേശീയ ഉദ്യാനം. ഇന്ത്യയിൽ മെട്രോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഗിണ്ടി ദേശീയ ഉദ്യാനം. ഗിണ്ടി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് മെട്രോ നഗരത്തിലാണ്? ഉത്തരം ചെന്നൈ. കോൺക്രീറ്റ് കാടുകൾക്കിടയിലെ കാട് എന്ന് വിളിപ്പേരുള്ള ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയ ഉദ്യാനം. കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഗീർ വനത്തിൽ സിംഹങ്ങളെ സംരക്ഷിക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ നടത്തിയത് ആരാണ്? ഉത്തരം ജുനഗഡിലെ നവാബ്. സിംഹവേട്ട നിരോധിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ജുനഗഡിലെ നവാബ്. സാൽ വൃക്ഷങ്ങൾക്ക് പേരുകേട്ട മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം സഞ്ജയ് ദേശീയ ഉദ്യാനം.
ഒഡീഷയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം നോർത്ത് സിംലിപാൽ ദേശീയോദ്യാനം. ഗോവയിലെ ഏക ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഭഗവാൻ മഹാവീർ ദേശീയോദ്യാനം.